നാടാകെ മഞ്ഞപ്പട്ടുടുത്ത വിഷുക്കാലത്ത് വിപണിയിൽ താരമാവുകയാണ് വാടാത്ത കൊന്നപ്പൂക്കൾ. നേരത്തെ പൂത്തുകൊഴിഞ്ഞ് തീരാറായ കണിക്കൊന്നയെ ഓർത്ത് നൊമ്പരപ്പെടേണ്ട. വിഷുക്കണിയൊരുക്കാൻ തണ്ടുനിറിയെ ഇലകളും പൂക്കളുമായി പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണിയിൽ സജീവമാണ്. പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത നിറം മങ്ങാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്നപ്പൂക്കളാണ് വിപണിയിൽ നിരന്നിരിക്കുന്നത്. ഇലയും തണ്ടും അടങ്ങിയ പൂങ്കുലയാണ് കൊന്നപ്പൂക്കൾ ആവശ്യക്കാർക്ക് ലഭിക്കുക. പൂക്കളും മൊട്ടുകളും നിറഞ്ഞ് ഒറിജിനലിനെ വെല്ലുന്നതാണ് ഇവ. പൂക്കൾ വാടിക്കൊഴിയില്ലെന്നതിനാലും കണിയൊരുക്കിയതിനു ശേഷം വീടിന് അലങ്കാരമായി വയ്ക്കാൻ കഴിയുന്നതിനാലും പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വിഷുവിന് 2 ദിവസം മുൻപ് മുതലാണ് കൊന്നപ്പൂക്കൾ എത്തുകയെങ്കിൽ ആഴ്ചകളായി പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിലുണ്ട്. നഗരപ്രദേശങ്ങളിലുള്ളവരാണ് ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ പക്ഷേ ഒറിജിനലിനോടാണ് പ്രിയം. പ്ലാസ്റ്റിക് വെച്ച് കണിയൊരുക്കേണ്ടെന്ന അന്ത്യശാസനം കൊടുക്കുന്ന അമ്മമാരാണ് ഇവിടെ ഭൂരിഭാഗവും. നഗരങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളടക്കം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളിലാണ്. മുൻപ് പ്ലാസ്റ്റിക് നിരോധനത്തെ തുടർന്ന് സ്വീകാര്യത കുറവായിരുന്ന പ്ലാസ്റ്റിക് പൂക്കൾ ഇന്ന് നല്ല രീതിയിൽ വിറ്റുപോകുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പ്ലാസ്റ്റിക് ഒന്ന് നല്ലവണ്ണം പോകുന്നുണ്ട്. പ്രകൃതി രമണീയമായ കൊന്നപ്പൂവിൻ്റെ ഈക്വലായിട്ട് കിട്ടുന്നുണ്ടല്ലോ. വീടിൻ്റെ മുൻവശത്ത് തൂക്കിയിടുക, ഷോപ്പിൻ്റെ മുൻവശത്ത് തൂക്കിയിടുക. റേറ്റ് 25 രൂപ വരണം. സെറ്റായി എടുക്കുമ്പോൾ 200 രൂപ. നാച്ചുറലായിട്ടുള്ള പൂവിൻ്റെ ഒരു പ്രതീതി തോന്നിക്കുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ മാർക്കറ്റ് ഇത് കുറവാണ് കിട്ടാൻ. ആദ്യത്തെ ഒരു കൺസൈൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കൺസൈൻമെൻറ്റ്. UTV ന്യൂസ്, പാലക്കാട്.